പ്രത്യേക ചില കാരണങ്ങൾ കാരണം ഈ വീഡിയോന് സൗണ്ട് ഉണ്ടാകുന്നതല്ല. അതായത് മൾട്ടിപ്ലെയർ സൗണ്ടായിരുന്നു വിചാരിച്ചിരുന്നത്, പക്ഷേ അതില്ല. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയ റോബ്ലോക്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായി ഗൈസ് ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തേക്കുമായിരുന്നു. ഇപ്പോഴാണ് വീഡിയോ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ നമ്മളെ കൂടെ എന്നുള്ളത് പുതിയൊരു മെമ്പറാണ്, ബെൻ അങ്ങനെ എന്തോ ആണ് ഗൈസ് ആളുടെ പേര്. ഞങ്ങളുടെ റിയൽ നെയിം വിളിച്ചായിരുന്നു കളിക്കുന്നത്. അപ്പോൾ നമ്മളെ സെർവറിലെ പുതിയൊരു മെമ്പറാണ്, പുതിയതല്ല ഒരു വേറൊരു മെമ്പറും കൂടിയാണ്. അപ്പോൾ ആൾ റോബ്ലോക്സ് കളിക്കാമെന്ന് പറഞ്ഞ് തന്നെയാണ്. വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മൈക്ക്, അതായത് ഗെയിം കളിച്ച മൈക്ക് ഇല്ലായിരുന്നു. മൈക്ക് ഞങ്ങൾ വെച്ചത് പറ്റിയില്ല, അങ്ങനെയാണ് മൈക്ക് വന്നില്ല. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ തന്നെയാണ്. ആളെ നമ്മൾ വഴിയെ നമ്മളെ യൂട്യൂബ് ചാനൽ വരുന്നുണ്ടാകും. അപ്പോൾ എന്തായാലും നമ്മൾ സ്ക്രീൻഷോട്ട്, അതായത് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. തമ്മയിൽ നമുക്ക് ക്യാഷ് ഉണ്ടല്ലോ എങ്ങനെ. അപ്പോൾ ഞാനും ഈ ബ്രോയിനെ നമുക്ക് ബെൻ വിളിക്കാം. ബെന്ന അങ്ങനെ എന്തോ ആണ് കേസ് പേര്. അപ്പം എന്തായാലും നമുക്ക് നമുക്ക് ബെന്ന് വിളിക്കാം കേസ് നമുക്ക്. അപ്പോൾ ബെൻ ബ്രോ ഉണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് കയറാം. ഇതെന്ന് പറഞ്ഞാൽ ഹാർഡാണ്, എന്തോ ഒരു പ്രിസൺ സ്കൂൾ റണ്ണവേ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്, സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും അതേ അങ്ങേര് കയറി പോയിട്ടുണ്ട് ഗൈസ്. എവിടെ നിന്നൊക്കെയോ സാധനം, എവിടെ നിന്നോ ആൾ പോയിട്ടുണ്ട്. ഞാൻ ആളെ പെട്ടെന്ന് കണ്ടില്ല, അപ്പോൾ ഞാൻ ഞെട്ടി. എടാ നീ കയറിപ്പോയാ? അവൻ്റെ അടുത്ത് ഞാൻ മലയാളത്തിൽ ചോദിച്ചു, എടാ നീ കയറിപ്പോയാടാ എന്ന് ചോദിച്ചപ്പോൾ പോയി, അതുകൊണ്ട് എനിക്ക് തുറന്നാനുള്ള ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞാൽ ഇത് ഹാർഡായിരുന്നു. അവ എടുത്തത് ഈസി ആയിരുന്നു. ഈസിയിൽ വെറുതെ അങ്ങ് കയറിപ്പോയാൽ മതി. അങ്ങനെ ഞാൻ ചോദിച്ചു ഇവൻ്റെ അടുത്ത്, നീ ഹാർഡാ ഈസിയാണ് എടുത്തത്? ഈസി. ഞാൻ പറഞ്ഞു ഹാർഡാണ് ഞാൻ എടുത്തത്, നീ ഹാർഡി വാടാന്ന് പറഞ്ഞു. അങ്ങനെ ഹാർഡിൽ വരാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഞാൻ ഇത് കയറാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കയറുന്ന എനിക്ക് ബുദ്ധിയില്ല, അതേ ഒരു കീ വേണമെന്നുള്ള കാര്യം പിന്നെയാണ് കേസ് ഞാൻ അറിയുന്നത്, അവിടെ ഒരു കീ ഉള്ള കാര്യം. അങ്ങനെ ഞാനതും വലിഞ്ഞു പിടിച്ച് മണ്ടേ കയറി ആ കീ എടുത്തു ഗൈസ്. കീ അല്ലല്ലോ, ഇത് സ്ക്രൂ ഡ്രൈവർ അല്ലേ. ആ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളത് ഇവിടെ കുത്തിപ്പൊളിക്കാൻ നോക്കുകയാണ്, ഏതൊക്കെ ടേബിളിൻ്റെ മുകളിലിരുന്ന്. പക്ഷേ അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക ഗൈസ് എല്ലാ കൂട്ടുകാരും. എന്തായാലും നമ്മൾ സാധനം കാണിച്ചു കൊടുത്തത് ടോപ്പിലാണ് എൻ്റെ അടുത്ത്. എന്തായാലും നമുക്കത് ഇവിടെ നിന്ന് കയറാം ഗൈസ്. എന്തായാലും കയറിയിട്ട് വേണം. ആ ടോപ്പിലെ സാധനം എനിക്ക് ഊരാൻ പറ്റുന്നില്ല, എന്താണെന്നറിയില്ല. ഞാൻ റീജനറേറ്റൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ എന്തായാലും നമ്മൾ പുതിയൊരാളെയും കൂടെ മൾട്ടിപ്ലെയറിന് കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ എത്രാമത്തെ വീഡിയോ ഗൈസ് മൾട്ടിപ്ലെയർ? രണ്ടാമത്തെ വീഡിയോ ഗൈസ്, രണ്ടാമത്തെ വീഡിയോ. ഞാൻ നോക്കിയപ്പോൾ ഒരു തുങ് സഹൂറൊക്കെ ഉണ്ടായിരുന്നു. ഇനിയും ആൾക്കാർ നിങ്ങളെ പരിചയപ്പെടുന്നുണ്ടാവും. 7 മെമ്പേഴ്സ് ഉണ്ട്, എന്നെയും കൂടെ ഉൾപ്പെടുത്ത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. വലിയ റിക്രൂട്ട്മെൻ്റ് ഒന്നുമില്ല ഗൈസ്, വെറുതെ 7 മെമ്പേഴ്സുള്ള ടീമാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ തുങ് സഹൂറൊന്നും എന്നെ അങ്ങോട്ട് പോകാനേ അനുവദിക്കുന്നില്ലായിരുന്നു. ഇവന്മാർ കയറാനും അനുവദിക്കുന്നില്ല, വെക്കാനും അനുവദിക്കുന്നില്ല. ലാസ്റ്റൊക്കെ എനിക്ക് ദേഷ്യം വന്നു. എനിക്കും അവനും ദേഷ്യം വന്നു. ഞാനും അവനും കഷ്ടപ്പെട്ട് കയറാൻ നോക്കുന്നു, ഇവന്മാർ കയറ്റണില്ല. പിന്നെ ഞാൻ ടാപ്പ് ചെയ്ത് അതാവണമില്ല. കഷ്ടപ്പെട്ടാണ് ടാപ്പ് ചെയ്തത്, എന്നിട്ട് എവിടെ ആവാൻ. പിന്നെ എങ്ങനെയൊക്കെ ഞാൻ വലിഞ്ഞടിച്ച് ടോപ്പിൽ കയറിയിട്ടാണെങ്കിൽ അത് മാറ്റാനും പറ്റില്ല, ആ ഓപ്ഷനേ കാണിക്കുന്നില്ല. പിന്നെ ഇവരെന്തൊക്കെയോ സ്റ്റേഴ്സ് കം അപ്പ് എന്തൊക്കെയോ പറഞ്ഞ്, പിന്നെ എനിക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, നേരെ ഒന്ന് ലീവ് അടിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. റീസെറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഈ പൊട്ടം കോറി അങ്ങ് ലീവ് അടിച്ചു. അങ്ങനെ പിന്നെ അടുത്തതായിട്ട് നമ്മൾ ലോഡിങ് കാണിച്ചു. ഇങ്ങേരാണ് നമ്മൾ ഓട്ടിക്കാൻ നിന്നത്. തമ്മയിൽ മിക്കവാറും നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്നതായിരിക്കും കണ്ടത് അവൻ. അപ്പോൾ തുങ് സഹൂർ അപ്പോഴും ഉണ്ട് കേസ് അവിടെ. എന്ത് കഷ്ടമാണ്, ഇവൻ പോവൂലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ സർവർ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ഇതിന്. ഈ എന്താണ് സ്കൂൾ ഹോബി അങ്ങനെ എന്തോ ആണ് കേസ് എൻ്റെ പേര്. വെറുതെ സ്കൂൾ ഹോബി എന്ന് അടിച്ചാൽ കിട്ടും റോബ്ലോക്സിൽ. അങ്ങനെ സ്ക്രൂ ഡ്രൈവർ ചാടി മറിഞ്ഞ് എടുത്തു ഗൈസ്. പിന്നെ അതായത് എടുക്കാൻ അവനാണെങ്കിൽ ഇവിടെ നിന്ന് ലീവ് ചെയ്ത് എന്തോ അപ്പുറത്തോട്ടോ ഇങ്ങോട്ടോ പോയെന്ന് തോന്നുന്നു. അതിൻ്റെ അപ്പുറത്തോട്ട് പോയെന്നോ. ഞാൻ നേരത്തെ എനിക്ക് സ്ക്രൂ എടുക്കാൻ പറ്റാത്തത് തന്നെ ഞാൻ ആദ്യം ചെയ്തു.
പിന്നെ ഞാൻ അതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതേ തും സൗർ കയറി വന്നിട്ട് അവൻ ഈസിയാണ് ഗൈസ്. ഇത്രയും നേരം കളിച്ച് അവൻ അങ്ങ് ചാടിയും കയറിപ്പോയ. ഇത്രയും നേരം അവൻ വെറുതെ ആയിരുന്നു എന്നെ കിടന്ന് കളിപ്പിച്ചത്. അങ്ങനെ തും സൗർ അവിടെ പോയി. പിന്നെ ആ ബേക്കൺ ഇതുവരെയും പോയില്ല. അവൻ്റെ പേര് ബേക്കൺ അല്ലേ ആയിരിക്കും. അവിടെ നിന്ന് അവനും ചാടി കയറിപ്പോയി ഗൈസ്. അവനും ഈസി ആയിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും നമ്മളെ ഫ്രണ്ട് ആളുടെ പേര് ജോഷു എന്നാണ് ഗൈസ്. റിയൽ നെയിം ജോഷു എന്നാണ്. ഞാൻ റിവീൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മൈക്ക് വരുന്നുണ്ടാവും. ഇത് മൈക്ക് വന്നില്ല, ഞാൻ അറിഞ്ഞില്ല ഗൈസ്. മൈക്ക് വന്നില്ലാത്ത കാര്യം റെക്കോർഡ് ചെയ്തപ്പം വന്നില്ല, ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി അപ്പുറത്തോട്ട് എത്തിയിരിക്കുകയാണ്. അവിടെ അപ്പുറത്ത് ഒരാൾ നിൽക്കുന്നുണ്ടോ? യെസ്, അവൻ അപ്പുറത്തെത്തിയിരിക്കുകയാണ്. ഞാൻ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ ഇതിനകത്ത് ചാടിപ്പിടിച്ചെത്തി. പക്ഷേ എനിക്ക് പറ്റിയില്ല ഗൈസ്. എനിക്ക് പിന്നെ അടുത്തത് ചാടാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ കുറേ നേരത്തെ ട്രെയിനും ഞാൻ ചത്തു. അങ്ങനെ ചത്തി മടുത്ത് അതങ്ങനത്തെ അവസ്ഥയായി ഗൈസ്. അങ്ങനെ എനിക്കപ്പം എനിക്കിപ്പോൾ ചാറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഗൈസ്. ചില സമയത്ത് എനിക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും, ചില സമയത്ത് എനിക്ക് ചാറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും അവൻ ഇങ്ങോട്ടൊക്കെ വരാൻ നോക്കിക്കൊണ്ടിരുന്ന അഹങ്കാരം കാണിച്ചു ഗൈസ്. ദേ വന്ന് നിൽക്കണ്, അഹങ്കാരം കാണിച്ചതാണ് ചെറുക്കൻ. എന്താ ഇവിടെ വന്ന് നിൽക്കണ്. അങ്ങനെ അവനും ചത്ത്, ഞാനും ചത്ത്. അങ്ങനെ രണ്ടുപേരും എന്താ ഇവിടെ സ്പോണിക്കുമായിരുന്നു. അവൻ അഹങ്കാരം കാണിച്ചതാണ് ഗൈസ്. അപ്പോൾ നമ്മളത് ഈ ബ്രോയിൻ്റെ നിന്നാണ് സ്കിന്നെടുത്തത്. അതായത് ഈ ബ്രോയിൻ്റെ നിന്നാണ്, ഈ ബ്രോ ആണ് എനിക്ക് സ്കിന്നൊക്കെ സെറ്റാക്കി തന്നത്. അപ്പോൾ എൻ്റെ സ്കിന്നിങ്ങൾ കാണണം, കണ്ടല്ലേ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തായാലും എൻ്റെ ഒരു ബ്രെയിൻ ഉപയോഗിച്ച് ഞാൻ ബാക്ക് ചെയ്തു. എന്നിട്ട് ഗൈസ്, ഇതാണ് ഗൈസ് എൻ്റെ ഗെയിം പ്ലേ. ഞാൻ നേരെ അങ്ങ് ഈസി എടുത്ത്. ഈസി എന്ന് പറഞ്ഞാൽ അവൻ ഹാർഡാണ് ഇപ്പോൾ ഉള്ളത്, ഞാൻ ഈസി കയറി ഗൈസ്. അങ്ങനെ എനിക്ക് ഭയങ്കര ഈസി ആയിരിക്കും, അവനെ ഹാർഡ്. അങ്ങനെ നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നമ്മളെന്തായാലും അവനെ പറ്റിച്ചിട്ടുണ്ട്. അവനെ അറിഞ്ഞുകൂടാ ഗൈസ്, അവനെ അതുവരെ അറിഞ്ഞുകൂടാ. പിന്നെ ലാസ്റ്റ് ഞാൻ അവൻ്റെ അടുത്ത് പറയണുണ്ട് ഗൈസ്. പറയണില്ല, അതായത് അവനക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് പറയാൻ ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ ഇതുവരെ കണ്ടാലേ ആർക്കും താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഇടയ്ക്ക് പറയണമല്ലോ, അത് ഇങ്ങനെ മനസ്സിലായോ? അപ്പോൾ ഗൈസ്, നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്. എല്ലാവരും സബ് ചെയ്ത് തകർക്ക്. നമ്മൾ റോഡ് ടു 40 ആണ് ഗൈസ്. 40 സബ്ബാണ്. നമ്മൾ വലിയ 40 സബ് എനിക്കൊക്കെ വെച്ച് 40 എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. 50 ആയാലായിരുന്നു എങ്ങനെ. അപ്പോൾ ഈ മന്തിൻ്റെ കൂടെ നമ്മൾ 40 അടിക്കും ഗൈസ്. 40 അടിക്കണം, അടിച്ചാലേ പറ്റൂ. അങ്ങനെ അവൻ എന്താ ഇങ്ങോട്ടൊക്കെ വന്ന് അഹങ്കാരമൊക്കെ കാണിച്ചുകൊണ്ട് പോവുമായിരുന്നു. അങ്ങനെ എനിക്ക് ഞാൻ പോട്ടെന്നും പറഞ്ഞ് അവൻ നേരെ പോയി. ഞാൻ പിന്നെ ഫസ്റ്റ് പേഴ്സണിൽ കയറി. അങ്ങനെ അവൻ്റെ മുന്നിൽ കയറി ചാടിക്കളിച്ച് ഇപ്പോൾ കാരണം അവൻ ടോപ്പിലോട്ട് പോയ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈസിയാണ് എടുത്തേക്കുന്നത്, അവൻ ഹാർഡാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോരോ മാറ്റങ്ങൾ കാണും ഗൈസ്. എനിക്കിത് ഇവിടെ കൂടെ ചാടിപ്പോയാൽ മതി, അവൻ എന്തൊക്കെയോടെ മിഷൻ ഞെക്കണോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഗൈസ്. ഞാനൊന്നും കണ്ടില്ല, എനിക്കിങ്ങനെ ഇല്ലല്ലോ, എങ്ങനെ ഈസി അല്ലേ. അങ്ങനെ ഞാൻ എൻ്റെ ടോപ്പിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ കണ്ടോ ലിഫ്റ്റ് ചെയ്ത് പോവുകയാണ്. പക്ഷെ എനിക്ക് ലിഫ്റ്റിംഗ് അല്ല, എനിക്കവിടെ വെറുതെ നിൽക്കുക. ഇവൻ കാണുമ്പോൾ ഞാൻ ഏറിയിരിക്കുന്ന പോലെ തോന്നും. അങ്ങനെ ഞാൻ അങ്ങ് ചത്തു ഗൈസ്. അങ്ങനെ ഞാൻ തിരിച്ചിവിടെ എത്തി. ഇതാണ് ഗൈസ് ഞാൻ പെട്ടെന്ന് എത്തിയതിൻ്റെ റീസൺ. ഇതാകണ്ടോ, ഇതിങ്ങനെയാണ് ഇപ്പോൾ. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു, മറ്റേ പൈപ്പായിരുന്നു. പൈപ്പ് എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു. അങ്ങനെ ഇതിൽ വന്ന് പൈപ്പൊക്കെ ലെജൻഡ് പ്ലേയേഴ്സിന് അവ അവിടെ നിന്ന് കയറിപ്പോയി ഗൈസ്. പക്ഷേ അവൻ കയറിപ്പോയെന്നാണ് തോന്നുന്നത്. അവൻ്റെ പേര് ജോഷു എന്നാണ് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു ഗൈസ്, എനിക്ക് തന്നെ ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പിലോട്ട് പോകണം. അപ്പോൾ ഗൈസ് ഈ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് ഞാൻ 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒരു പാർട്ട് ഇതാണ്, രണ്ടാമത്തെ പാർട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തോ. ടുമാറോ ഓർ ഡേ ആഫ്റ്റർ ടുമാറോ വരുന്നുണ്ടാവും. അപ്പോൾ ലൈക്ക് ചെയ്യുക ഗൈസ്, ലൈക്ക് ചെയ്താലേ എനിക്ക് വരും, നമ്മൾ വീഡിയോ ഒക്കെ വരും ഗൈസ്. അപ്പോൾ അവനിവിടെ ഫാൻ ഉണ്ടായിരുന്നു, എനിക്കാണെങ്കിൽ ഇവിടെ ഫാനില്ല. ഞാൻ എങ്ങനെ കയറാനാണ് എനിക്കറിഞ്ഞൂടെ. ഞാൻ പിന്നെ തുമ്പത്ത് വരെയൊക്കെ നിന്ന് അവൻ്റെ അവിടെ എയർ ഫ്ലോട്ട് ചെയ്യുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ ഇവിടെ ഫ്ലോട്ട് ചെയ്യാനും പറ്റുന്നില്ല. എനിക്കൊന്നും മനസ്സിലായില്ല ഗൈസ്, എന്താണ് ഫ്ലോട്ട് ചെയ്യാൻ പറ്റാത്തതെന്ന്.
അങ്ങനെ ഞാൻ കുറേ നേരം അവിടെയൊക്കെ നിന്ന് പിന്നെ താഴോട്ടെത്തി. പിന്നെ ഞാനങ്ങ് ചത്തു. എന്നിട്ട് ടോപ്പിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടോപ്പിൽ എത്തി. ഇവിടെ ഈ ഒരു ബട്ടൺ, ഈ പൊട്ടൻ കാണുന്നില്ല. ഈ ബട്ടൺ അറിഞ്ഞുകൂടാ. ഞാനെങ്ങനെ അറിഞ്ഞു? ഈ വീഡിയോ ഇപ്പോഴാണെങ്കിൽ എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ അവിടെ ഒരു ബട്ടണുള്ള കാര്യം. പിന്നെ ഞാൻ ആ ബട്ടൺ വിചാരിച്ചിരിക്കുന്ന റീജനെ അങ്ങനെ എന്തൊരു സാധനം ഉണ്ടല്ലോ അതാണെന്നാണ്. പക്ഷേ എനിക്കാണെങ്കിൽ ആവണമില്ല. പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ടൊക്കെ വന്ന് ചത്തു. വെറൈറ്റിക്ക് വേണ്ടി, ചാവുന്നതിനും വെറൈറ്റി വേണ്ടേ എങ്ങനെ. പിന്നെ ഗൈസ് നമ്മൾ ഈസി ആയതുകൊണ്ട് ഇവനെയൊക്കെ മുൻകിടക്കും ഗൈസ്. എന്തായാലും പാർട്ട് 2 അപ്കമ്മിങ്. ഓക്കെ, എല്ലാവരും വെയിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇതുവരെ ഇപ്പോഴും അറിഞ്ഞുകൂടെ ഗൈസ് അത് എങ്ങനെയാണെന്ന് ഉള്ള കാര്യം. എത്ര നേരം എടുത്തിട്ടും എനിക്ക് മനസ്സിലാവത്തൊരു പൊട്ടനായിപ്പോയല്ലോ ഞാനെന്ന്. എനിക്ക് തന്നെ പ്രശ്നം, എനിക്ക് തന്നെ ഒരു റിഗ്രറ്റ്. പിന്നെ അവനെ ടോപ്പിലോട്ട് നോക്കിയെന്ന് പിന്നെ ഞാൻ തിരിച്ച് എന്നാണ് ഗൈസ് അത് കുന്തം ഞെക്കിയത്. അപ്പോഴാണത് ഫ്ലോട്ടിങ് തുടങ്ങിയത്. എനിക്ക് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ല ആ ബട്ടൺ ഞെക്കണം. ഞാൻ പറഞ്ഞപ്പോൾ അവൻ വിചാരിച്ച് അത് നിനക്കറിയില്ലായിരുന്നെന്ന്. അപ്പോൾ പെട്ടെന്ന് അവൻ്റെ ഫാൻ നിന്ന് പോയെന്നും പറഞ്ഞ് അവിടെ നിൽക്കുക അവൻ. പിന്നെ എങ്ങനെയൊക്കെ അവൻ ഫാനും തിരിച്ചു കൊണ്ടുവന്ന് കയറി. അവന് ഹാർഡായതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ഫാൻ ഓഫാകുമെന്ന് തോന്നുന്നു. അതായത് ഇവിടെ ഒരു ലാഡർ ഉണ്ടായിരുന്നു. ഞാനും അവനും കൂടെ ലാഡർ കയറി. അപ്പോൾ എന്തായാലും ഞാൻ അവൻ്റെ അടുത്ത് ചീറ്റ് ചെയ്തു. അതായത് അവൻ പിന്നെ എലവേറ്റർ ബട്ടൺ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ എലവേറ്റർ ബട്ടൺ അവൻ എന്നെ വിളിച്ച്, നേരത്തെ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് വിളിച്ച ഇത് ടോപ്പിലോട്ട് പോയി, ഇനി ഇത് ഡൗണിലോട്ട് വരണം. അവൻ എങ്ങനെയൊക്കെ വലിഞ്ഞൊരിച്ച് കയറി മുകളിലെത്തി. പക്ഷേ അവൻ്റെ വേറെ സമയമാണല്ലോ ഗൈസ്, റോബ്ലോക്സ് അങ്ങനെയാണല്ലോ. പിന്നെ അവൻ എവിടെയൊക്കെയാണ് വീണി ചത്തു എന്നൊക്കെ ന്യൂസ് കേട്ടു ഗൈസ്. അതായത് എന്തോ ഡെഡ് ബോഡീസ് ആയിട്ട് വേണമല്ലോ നീ. അപ്പോൾ എന്തായാലും നമ്മളുടെ റെഡ് റൂം എത്തി ഗൈസ്. റെഡ് ബട്ടൺ റൂം, നല്ല പേര്, റെഡ് ബട്ടൺ റൂം. അങ്ങനെ അകത്ത് ടോയ്ലറ്റ് പോലത്തെ എന്തൊരു സാധനമായിരുന്നു. പിന്നെ ഞാൻ ഏതോ ഒരു ജെറിക്കാനൊക്കെ എടുത്ത ഡോറിൻ്റെ അവിടെയൊക്കെ പോയി നിന്ന്. പിന്നെ ഒരു വെൻറ്റ് കണ്ടു ഗൈസ്. അങ്ങനെ ഞാൻ വെൻറ്റ് കയറാമെന്ന് എനിക്ക് എന്താണ് ചെയ്യുന്നത് മനസ്സിലായി. വെൻറ്റ് കയറണം എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ സാധനമൊക്കെ എടുത്ത് വെക്കാൻ നോക്കിയപ്പോഴാണ് എൻ്റെ കയ്യിൽ ലാഡർ വന്നത്. ലാഡർ എന്തിനാണ് ഇവിടെ വെച്ചേക്കുന്ന കയറാൻ. ഈ പൊട്ടനത് അറിഞ്ഞുകൂടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അറിയായിരുന്നു ഗൈസ് എങ്ങനെ. അവൻ എൻ്റെ കാട്ടിയും ബാക്കിലാണ്. അങ്ങനെ ഞാൻ വിൻഡ് കയറി ബാക്കിലോട്ട് എത്തിയപ്പം നമ്മളെ ക്ലാസ് റൂം കണ്ട്. നമ്മളിവിടെ നിന്നാണ് ഗൈസ് നേരത്തെ വന്നത്. ദേവത്തയങ്ങേരി കിടന്നുറങ്ങുന്നു ഗൈസ്. അതെ, ഇവിടെ അത് അവനല്ല, അത് വേറെ ആരുമാണ് ഗൈസ്. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്ന് അവൾ ഇറങ്ങിപ്പോയി ഗൈസ്. എന്തായാലും അവന് ഹാർഡാണല്ലോ, അതുകൊണ്ട് ഇച്ചിരി ഹാർഡാണ് അവന്. അങ്ങനെ ഞാൻ അവന് വേണ്ടി കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. നിങ്ങൾക്കിത് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത്. നമുക്ക് എന്തായാലും ഫ്രീ ഫയർ വീഡിയോസ് വരുന്നുണ്ടാവും, അപ്കമ്മിങ് ആണ് ഗൈസ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അപ്പാപ്പൻ വരുന്നു. അപ്പാപ്പൻ, ഞാൻ ആദ്യം വിചാരിച്ചത് അപ്പാപ്പൻ പിന്നെ ഇതെന്താണ് സ്ക്രീൻ നേരം ഗൈസ്. ഇച്ചിരി ക്ലിപ്പ് കട്ടായി പോയിട്ടുണ്ട്. അതുകൊണ്ട് മാമനോടൊന്നും തന്നരുതേ. അവിടെ നിന്ന് നേരെ ഞാൻ കുറേ ദൂരം ചാടി വന്നു ഗൈസ്. പക്ഷേ എനിക്ക് റെക്കോർഡിൻ്റെ ക്ലിപ്പ് പോയി ഗൈസ്. ഞാൻ ഇവിടെ ചെന്നാണ് ഓണാക്കുന്നത്. അവൻ ഹാർഡ് കൊണ്ട് അവൻ എയറിലൊക്കെ നിൽക്കണതേ നോക്ക്. എന്തായാലും അതൊക്കെ കഴിഞ്ഞാണ്, നിങ്ങൾ സ്ക്രീൻ കാണുന്ന അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ വന്നത്. ഇനി അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ അവൻ്റെ എന്നൊക്കെ പിന്നെ അവിടെ കിടന്ന് ഇച്ചിരി തുള്ളി കളിച്ചിട്ട് അവൻ വരുന്നവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്ന്. അവൻ അവിടെ എവിടെയോ നിൽപ്പുണ്ട് ഗൈസ്. അവിടെ എവിടെയൊക്കെയോ അവൻ ആ പഞ്ചിങ് ബാഗ്, അവൻ ഹാർഡാണല്ലോ, അതുകൊണ്ട് അവൻ ഇച്ചിരി കൂടെ എന്നെക്കാട്ടി ഹാർഡായിരിക്കും. അങ്ങനെ നമ്മളാ വീഡിയോ പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുകയും. അവൻ എവിടെ എത്തി? അതേ പോണു ഗൈസ്. ഒരു സാധനം താഴോട്ട് ഞാൻ കണ്ട പോലെ, എന്തോ സാധനം താഴോട്ട് പോയതുപോലെ. അതവനാണോ? അവനല്ലാന്ന് തോന്നുന്നു, അവനാണെന്ന് തോന്നുന്നു. അവൻ എവിടെയോ എന്തോ ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അവൻ എങ്ങനെയൊക്കെയോ എൻ്റെ അടുത്ത് എത്തി. എങ്ങനെയെന്ന് ചോദിച്ചാൽ അവനെ തന്നെ അറിയില്ല അതെങ്ങനെ എത്തിയെന്ന്. ചാടി എത്തി. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് അവനെ കണ്ടപ്പോൾ ചാടി നിന്ന്. അവൻ അവിടെ ബോൾ എറിയാൻ പോയതാണ്. എന്തോ വേറെ എന്തൊക്കെയോ അവന് ലേസറൊക്കെ കാണിച്ചു എന്നാണ് അന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇത് ഇച്ചിരി കാലമായി ഗൈസ് എൻ്റെ ഈ വീഡിയോ റെക്കോർഡായിട്ട്. അങ്ങനെ എനിക്ക് ആരൊക്കെയോ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടാണ്. അന്ന് ഞാൻ ഡിസ്ക്ലൈം ചെയ്തു. കാരണം ചിലപ്പോൾ അവൻ സ്റ്റീൽ ലൈബ്രറി റോട്ടി വന്ന് ഞാൻ ഫ്രണ്ട്സ് അലോ ചെയ്തപ്പോൾ എൻ്റെ സാധനം എടുത്തുകൊണ്ട് പോകും. അത് ഞാൻ അനുവദിക്കൂല. അങ്ങനെ അവൻ എന്തെങ്കിലും ലേസർ ഇതിലും ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയടിക്കാക്കി, അവനും ഒറ്റയ്ക്കടിക്കാക്കി എന്നാണ് പറയുന്നത്. ഹാർഡാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ട്. ഞാൻ എന്തായാലും ആദ്യമേ വന്ന് ഇതിൻ്റെ തലയിലോട്ടൊക്കെ കയറി. അപ്പോൾ ഞാൻ ഫസ്റ്റ് പേഴ്സൺ ആയിരുന്നു ഗൈസ്. എന്തായാലും
അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഒരു ഫാനി കണ്ടത് ഗൈസ്. അങ്ങനെ ആ ഫാനി ഞാനും അവനും കൂടെ കയറിപ്പോയി. അപ്പം ഇത് അവനും എനിക്ക് ഒന്നായിരുന്നു ഗൈസ്. അത് അവന് കുറേ ലേസർ ഉണ്ടായിരുന്നു, എനിക്ക് കുറച്ച് ലേസർ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ ഗൈസ് ഡിഫറൻസ്. അവനാണെങ്കിൽ ഇച്ചിരി സ്പേസ് ഉണ്ടായിരുന്നു, എനിക്ക് ഇച്ചിരി കൂടെ സ്പേസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ വഴി അങ്ങോട്ട് അകത്ത് കയറി. പിന്നെയും എയർ ഹോൾ അല്ലല്ലോ, ഇതെന്താ വിൻഡേയാ, എൻ്റെ പേരെന്താണ് ഗൈസ്, വിൻറ്റേജ് അങ്ങനെ ഹോൾ വെൻറ്റ് വഴി ഞാൻ എങ്ങനെയൊക്കെയോ നോക്കിയപ്പം നേരത്തെ നമ്മൾ വന്ന സ്ഥലമായിരുന്നത്. അങ്ങനെ തിരിച്ച് എങ്ങോട്ടൊക്കെയോ പോയി ഗൈസ്. എനിക്ക് ഈ വെൻറ്റ് പരിപാടി എനിക്ക് ഇഷ്ടമല്ല, സത്യം പറയാലോ ഇഷ്ടമല്ല. അങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് എത്തി, അങ്ങനെ ഞാൻ ചാടി നോക്കിയപ്പോൾ ദാ നിൽക്കുന്നു എൻ്റെ അസുരൻ സ്പീഡ് ജമ്പർ. എനിക്ക് ഇഷ്ടമല്ല ഈ സാധനം. എൻ്റെ ആ ഒരു ഷോർട്സ് എടുക്കാതെ പറഞ്ഞ് ഒരു വട്ടം വന്നതാ പ്രിസൺ ഹോബിയിൽ. അയ്യോ എനിക്ക് ഓർമ്മിക്കാൻ വയ്യ. ഈ സാധനം എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. അവ എവിടെയോ കിടക്കുക ഗൈസ്. ഇതെനിക്ക് ഒരു വട്ട് പിടിക്കുന്ന ഒരു സാധനമായിരുന്നു. എനിക്ക് അന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് ജയിച്ചതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഗൈസ്. അപ്പോൾ ഇതിന് ശേഷമുള്ള പാർട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും ചെയ്യില്ല. അപ്പോൾ ഇറ്റ്സ് മീ ഫിനിക്സ് ഗെയിമിംഗ് സൈനിങ് ഓഫ്.